കൃത്യം 7 മണിയായപ്പോഴത്തേക്കും നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 3 കൂട്ടുകാരും റെഡിയല്ലേ? റെഡിയാണ്. മീനുട്ടിയുടെ ഡ്രസ് ഒന്ന് കലക്കിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അടിപൊളി. താങ്ക് യു. നല്ല കോമ്പിനേഷൻ. എനിക്കും ഇന്ന് ഇഷ്ടപ്പെട്ടു എന്റെ ഉടുപ്പ്. നല്ല കോമ്പിനേഷൻ. എന്നോട് നല്ലതായിരുന്നു പറഞ്ഞതാ. ഞാനും കേട്ടു. അതെ, എന്റെ മോള് ഭയങ്കര സുന്ദരിയല്ലേ? സന്തോഷായി. എനിക്ക് അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം. കുറെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പോവാണ് നമ്മൾ. അത് മാത്രല്ല പുതിയ റൗണ്ട്സുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ റൗണ്ട് ആണെന്ന് അറിയാമോ 3 പേർക്കും? ഒന്നാമത്തത് ഡെഡിക്കേഷൻ റൗണ്ട്, പിന്നുള്ളത് ഡിബേറ്റ് പെർഫോമൻസ് റൗണ്ട്, പിന്നുള്ളത് മെലഡി റൗണ്ട്. അങ്ങനെ 3 സൂപ്പർ ഡൂപ്പർ റൗണ്ട്സുമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. രസകരമായിട്ടുള്ള റൗണ്ടുകളാണല്ലോ. അതെ, അടിപൊളി റൗണ്ട്സ് ആണ്. തുടങ്ങിയാലോ? ആൾക്കാരും റെഡിയല്ലേ? പാട്ട് കേൾക്കാം. ടോപ്പ് സിംഗർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സീനിയേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു മെഡ്ലി പെർഫോമൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആസ്വദിക്കാം. മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്ന
സൂപ്പർ സൂപ്പർ. MJ അങ്കിളെ നല്ലൊരു മെലഡി സോങ്ങുമായിട്ട് നമ്മുടെ മൈഥിലി കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം മൈഥിലി കുട്ടി ഓൺ സ്റ്റേജ്. ഭയങ്കര ഐശ്വര്യാണ്. അതെ, എന്തൊക്കെ വിശേഷം? ആണോ? സുഖവാ. കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയോ? അവധി കിട്ടിയിരുന്നു. അവധി കിട്ടി. അപ്പൊ എന്തൊക്കെ ചെയ്തു? അപ്പോ എന്താന്ന് വെച്ചാ ഞാൻ സ്കൂളിൽ പോയപ്പോ എന്റെ കൂട്ടുകാരികൾ എനിക്കൊരു പ്രേതകഥ പറഞ്ഞു തന്നു. വാവ്. നടന്ന കഥയാണോ? നടന്നൊന്നുമല്ല, അല്ലാതെ ഒരു ചുമ്മാ കഥ. പ്രേതകഥ പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു രാത്രി 11 മണി ആയപ്പോ എന്റെ അനിയത്തി മണിക്കുട്ടിക്ക് ഈ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു. മണിക്കുട്ടി പേടിച്ചു പോയി. അവര് പറഞ്ഞു തന്നതിനേക്കാൾ ഇച്ചിരി കൂടെ പേടി കൂട്ടിയാ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് മസാല ചേർത്തു. പുള്ളി ഒന്നാമത് പേടിയുടെ രാജ്ഞിയാ. അതുകൊണ്ട് ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. ആദ്യം തന്നെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് കിടക്കാനായിട്ട് മുറി ചെന്ന് കിടന്നപ്പോ തന്നെ അമ്മയ്ക്ക് വെള്ളം വേണം, വെള്ളം കുടിക്കാൻ വേണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ വെള്ളം എടുക്കാനായിട്ട് പോയി. ഒന്നാമത് പേടിച്ചിരിക്കും, എങ്ങനെയാലും കിടന്നാ മതിയെന്നേ ഉള്ളൂ. വെള്ളം എടുക്കാൻ ഈ പുള്ളീനെയും കൂട്ടി ഞാൻ പോയി, എനിക്കൊരു കൂട്ടിന് വേണ്ടി. എന്നിട്ട് അടുക്കളയിൽ ചെന്നു. ഭയങ്കര പേടിയാ. അപ്പൊ 2 ചരുവ ഇരിപ്പുണ്ട്. ഒരു ചരുവത്തി വെള്ളം, മറ്റേ ചരുവത്തി എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാനാണെങ്കി വെള്ളാന്ന് ഓർത്ത് ചരുവത്തിനെടുത്ത് എങ്ങനെയും പോയാ മതി. ഞാൻ വെള്ളം എടുത്ത് വായിലേക്ക് ഒഴിച്ചു. നോക്കുമ്പോ അതിനകത്ത് കടലയായിരുന്നു. കടലയോ? വെറുതെ മ്യൂസിക് അമ്മയാണെങ്കില് കടല കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതാ. അപ്പൊ വെള്ളം വെച്ച ചരുവം പോലെ തന്നെയായിരുന്നു ഈ ചരുവും. അപ്പൊ എന്നിട്ട് ഞാൻ വേഗം തിരിച്ചൊഴിച്ചിട്ട് എങ്ങനെയും പോയാ മതിയെന്നുള്ളു. രാത്രിയും കൂടെയാ. ഞാൻ എന്നിട്ട് മറ്റേ ചരുവത്തിന്ന് വെള്ളം എടുത്തു. ഏതായാലും അമ്മയ്ക്ക് കൊടുക്കാൻ പോവല്ലേ, ഞാനിവിടെ കുടിച്ചേക്കാന്നോർത്ത് കുടിച്ചു. എന്നിട്ട് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മണിക്കുട്ടീനെ കാണാനില്ല. ഞാൻ എന്നിട്ട് എല്ലായിടത്തും പോയി നോക്കി, അടുക്കളയിലെല്ലാം നോക്കി, ലൈറ്റ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് മണിക്കുട്ടീനെ കാണുന്നില്ല. ഞാൻ എന്നിട്ട് ഡൈനിങ് ടേബിളിന്റെ അവിടെ പോയി നോക്കി, അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോന്ന്. നോക്കുമ്പോ ഒരു പുള്ളി ഭിത്തി ചാരിട്ട് ഇങ്ങനെ ചിരിക്കുക. ഒരു വെട്ടമൊന്നുമില്ല, അടുക്കളയുടെ ആ ഒരു വെട്ടമേ ഉള്ളൂ. എന്നെ പേടിപ്പിക്കാൻ. അപ്പൊ മണിക്കുട്ടിക്കിട്ടും പേടിയില്ലാന്ന് അർത്ഥം. അല്ല, പുള്ളി പേടിച്ച് എന്റെ അടുത്ത് വന്നേ. അപ്പൊ ഏതായാലും എന്നെ പേടിപ്പിച്ചല്ല, ഞാനും പേടിപ്പിച്ചേക്കാന്ന് ഓർത്ത്. ഓ അങ്ങനെ. മൈഥിലി കുഞ്ഞെ, നമ്മളൊക്കെ എത്ര ചോര ആഗ്രഹിച്ച ഈ കഥ കേട്ടത്. അതെ 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 അതെ. ഒന്നും വന്നില്ല. അതുകൊണ്ടാ ഞാൻ ചെരുവെന്ന് പറഞ്ഞപ്പോ അതിനകത്ത് അതൊന്നൊരു ഇമാജിനേഷൻ. നീ ആ ചെരുവത്തിലേക്ക് ഒരു ബിരിയാണി ചെമ്പ് ഫുള്ള് ചോര പ്രതീക്ഷിച്ചിരുന്നു. അല്ല, ലോക സിനിമയില് ചോരയാണല്ലോ കുടിക്കുന്നത്. ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെയാന്ന് വിചാരിച്ചു. അപ്പൊ പാട്ട് ഏതാണ്? ചീരപ്പൂവുകൾ നൈസ് സോങ്. PK ഗോപി സാറല്ലേ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വലിയൊരു നമസ്കാരം. ഗ്രേറ്റ് സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ രചന. അതെ അതെ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് ഇമേജസ് സാധാരണ ഇല്ലാത്ത, ഇപ്പൊ ചീരപ്പൂവുകൾ എന്നുള്ളത്, മുത്തങ്ങാപ്പുല്ല്, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് ആ കഥയായിട്ട് അദ്ദേഹം അത്രയും സുന്ദരമായി ചേർത്ത് വെച്ചിരിക്കുന്നു. പിന്നെ രവീന്ദ്ര മാസ്റ്റർ. പിന്നെ ബാക്കി സിനിമ ധനം, വർഷം 1991, പാടിയത് ചിത്രമ്മ. ഇതിനകത്ത് വേറൊരു ഉഗ്രം പാട്ടുണ്ടല്ലോ, ആനക്കെടുപ്പ്. ഗാനമേളയ്ക്കൊക്കെ ആൾക്കാർ തകർത്തിരുന്ന പാട്ടാ ഗായകര്. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. മാണിക്യ കല്ലുകൊണ്ടേഴുനിലയുള്ള കൊട്ടാരമുണ്ടേ. മുറ്റത്തു ചെറിയ രത്തം പെറുക്കാൻ അപ്സരകനികളെ പോരൂ. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പര മുത്തുണ്ടേ. മാണിക്യ കല്ലുകൊണ്ടേഴുനിലയുള്ള കൊട്ടാരമുണ്ടേ. അപ്പൊ നന്നായിട്ട് പാട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവി
നൈസ്. ഗുഡ് മോളെ. എന്റെ മൈഥിലി കുഞ്ഞെ എന്തോ നന്നായി. താങ്ക് യു. പഴയ ആളല്ലല്ലോ ഇപ്പൊ. ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്. ഭയങ്കര വ്യത്യാസം വന്നു. അതെ, അതെ. ഇമ്പ്രൂവ്മെന്റ് ചെറിയ ചെറിയ സ്പാർക്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. യെസ്. അത് മൊത്തം അങ്ങനെ വരാതെ എല്ലാത്തിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള Yes, സ്പാർക്കുകൾ yes. നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. യെസ്. അതുണ്ടാക്കാൻ പറ്റുന്ന ആളാരാണ്? ഞാൻ അതേ ഞാനാണ്. ശ്രുതി, താളം എന്നൊക്കെ പറയുന്നത് ബേസിക് ആണ്. അപ്പൊ അത് ഇനി മുതൽ നമ്മൾ ആരും തന്നെ ഇവിടുന്ന് പറയാൻ പാടില്ല ശ്രുതി അവിടെ ചേർന്നില്ല, അല്ലെങ്കിൽ അവിടെ താളത്തിന് ഈ പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഓരോ വരിയുടെയും അവസാനത്തെ സസ്റ്റെയിൻ കുറച്ചും കൂടെ വേണം, കുറച്ചും കൂടെ നന്നാക്കാം. അതാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പാടിയില്ലേ, ആഡ്ലിബായിട്ട് പാടിയില്ലേ? ആഡ്ലിബ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ആഡ്ലിബാണ് ആദ്യം പാടിയ ആ വിരുത്തം. ആഡ്ലിബ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല, അറ്റ് ലിബേർട്ടി എന്നർത്ഥം. ആഡ് ലിബിറ്റം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. അറ്റ് ലിബേർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സൗകര്യത്തിന് അത് പാടുക എന്നാണ്. അപ്പൊ അങ്ങനെ സൗകര്യത്തിന് പാടുമ്പോൾ എൻഡിൽ നമ്മൾ സസ്റ്റെയിൻ കുറച്ചും കൂടെ നീട്ടാം. ഒന്ന് പാടി കേൾപ്പിക്കാമോ? ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീല കൊടുക്കണ കൊടുക്കണ ആ. നീല കുരുവികളെ. ആ ഗായൽ ഇങ്ങനെ ശ്രുതി ചേർന്നാൽ നല്ലതല്ലേ അല്ലേ? അപ്പൊ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നു. പിന്നെ പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും അതാണല്ലോ അപ്പൊ പറഞ്ഞത്, അതാണല്ലോ ഇപ്പൊ പറയാൻ പോകുന്നത് എന്ന് വരും. അപ്പൊ അത് ഭയങ്കര രസമായിരിക്കും. പിന്നെ ചില സ്ഥലങ്ങളിലുള്ള ഡൈനാമിക്സ്, ഇപ്പോ അത് പാടിയില്ലേ? അത് പാടിയേ. മുട്ടിയൂരുമ്മിയൂരുമ്മിയിരിക്കണ അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോലെ പാടാൻ പറ്റുമോ? ഇങ്ങനെ ശബ്ദം. മുട്ടിയൂരുമ്മിയൂരുമ്മിയിരിക്കണ. അതാണല്ലോ ആരോഹണം എന്ന് പറയുന്നത്. ആ. നിരിഗരിഗ മഗ മദ മദനി അല്ലേ? ആ. അതിങ്ങനെ ഓരോന്ന് കയറി കയറി വരികയാണെങ്കിൽ അത് നന്നായിരിക്കും. പിന്നെ തെക്കേ മുറ്റത്തെ ആ സംഗതിയുടെ ക്ലാരിറ്റി. തെക്കേ തെക്കേ മുറ്റത്തെ അത് കറക്റ്റഡ്. മുറ്റത്തെ അത് ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ എന്നാണ്. നമ്മൾ മ്യൂസിക്കിൽ അങ്ങനെയാണ് പറയുന്നത്, ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ. അത് കറക്റ്റ് ആയിരിക്കണം. ആ സംഗതിയുടെ ഓരോ നോട്ട്സും നമുക്ക് ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഒന്ന് ഒരു വരി ഗ്ലും. കൊച്ചരി പല്ലി അത് നോക്കി. നമ്മുടെ എസ്തർ കുട്ടിയെ പോലെ അതെ. അല്ലേ? പക്ഷെ ഇത് കുറച്ചധികം ഗ്ലും ഗ്ലും ഉണ്ടായിരുന്നു. അതെ. വരി മറന്നതും അതല്ലാതെ അത് കുറച്ച് എന്താ വെച്ചാൽ റിലാക്സ്ഡ് ആയിട്ട് പാടാൻ പറ്റാത്ത അതെ. ടെൻഷന്. ടെൻഷൻ ഉണ്ട്. അത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ. ഇന്നൊരു ടെൻഷൻ. അത് വേണ്ട. ഇത്രയും ടെൻഷൻ ഇല്ലാതെ പാടാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ ലോകത്തില്ല. അതെ. ടോപ്പ് സിംഗർ സീസൺ 6. യെസ്. നമ്മളെല്ലാരും കൂട്ടുകാരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. മീനൂട്ടി പറയും ജഡ്ജസ് ജഡ്ജസ് ജഡ്ജസ്. അങ്ങനെ ജഡ്ജസ് അല്ല, കൂട്ടുകാരാണ് കേട്ടോ. നമ്മൾ ഒന്നിച്ചാണ് ഈ യാത്ര. അപ്പോ നമ്മൾ കൂടെയുണ്ട്. ഈ ടെൻഷൻ വേണ്ട. ഓക്കെ. സുഖമായിട്ട് പാടാൻ പറ്റും കേട്ടോ. ഓക്കെ. മിടുക്കിയല്ലേ? സുഖമായിട്ട് ഉറപ്പായിട്ടും പാടാൻ പറ്റില്ല ചേട്ടാ. തീർച്ചയായിട്ടും. യെസ്. എനിക്ക് തോന്നുന്നു ആ വരി മറന്നു പോയപ്പം പിന്നെ ആകെ ഒന്നും കൂടെ ടെൻഷൻ അടിച്ചു അല്ലേ? അതിനുശേഷം കുറച്ചുകൂടെ ക്ലാരിറ്റി ഒന്ന് കുറഞ്ഞ് പേടിയായി, ശ്വാസം കിട്ടാതെ അങ്ങനെ ആയിപ്പോയി. പക്ഷേ എനിക്ക് ഓവറോൾ തോന്നിയത് എന്താന്ന് വെച്ചാ, ഫസ്റ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ ഇപ്പൊ പെർഫോം ചെയ്യുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരുപാട് സ്ഥലത്ത് നല്ല പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ലിറിക്സ് മനസ്സിലാക്കുന്നുണ്ട്, ഫീല് വരുന്നുണ്ട്. ചില ഭാഗങ്ങളില് വരികൾ അറിഞ്ഞുകൊണ്ടാണ് പാടുന്നത്. എനിക്ക് തോന്നുന്നു ആ ബ്രെത്തിന്റെ കാര്യം, ബ്രെത്ത് കപ്പാസിറ്റി കുറച്ച് കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ, അത് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ വാലറ്റം നോക്കി എന്താക്കാൻ പറ്റും, Finishing. സസ്റ്റെയിൻ ചെയ്ത് ഫിനിഷിങ്. അതെ, ഭംഗിയാക്കാം. ടെയിൽ എൻഡ് നല്ല രസത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. അതൊന്ന് ശ്രദ്ധിച്ചാ മതി. സുന്ദരിക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്കും ആദ്യം പറയാനുള്ളത് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നേരത്തെ പാടിയതിനേക്കാളും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇവരൊക്കെ പറഞ്ഞ പോലെ കേട്ടോ. പിന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, പാട്ട് പാടുമ്പോൾ ഞങ്ങളെ നോക്കരുത്. ഞങ്ങളെ നോക്കിയതിന് ശേഷമാണ് ഈ ഗ്ലൂം വരാൻ തുടങ്ങിയത്. അപ്പൊ എപ്പോഴും ആ ക്യാമറ, സ്ട്രെയിറ്റ് ക്യാമറ ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ വല്ലപ്പോഴും നോക്കിക്കോ. ഞങ്ങൾ ആസ്വദിക്കണൊക്കെ കാണാമല്ലോ. ഇടയ്ക്ക് അവരെ നോക്കാം, ഓർക്കസ്ട്രക്കാരെ നോക്കാം. പക്ഷെ ഭൂരിഭാഗം സമയവും ഈ സ്ട്രെയിറ്റ് ക്യാമറയിലേക്ക് നോക്കി പാടണം.
അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് പാടാൻ പറ്റും. കാരണം ഇങ്ങനെയൊക്കെ നമ്മളെയൊക്കെ നോക്കുമ്പോഴാണ് ഈ പേടി വരുന്നത്. ഞങ്ങൾ നല്ലതൊക്കെ എഴുതി വെക്കണത്, പലതും നല്ലതൊക്കെ എഴുതി വെക്കണത് കേട്ടോ. എനിക്കും തോന്നിയത് കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ശ്രുതി, ഈ പറഞ്ഞ പോലെ കുറച്ച് ബ്രെത്ത് കൺട്രോൾ, സസ്റ്റെയിനുള്ള ഫിനിഷിങ്. നേരത്തെ പറഞ്ഞില്ല, ആ ലാൻഡിങ് നോട്ട്സിനൊക്കെ കുറച്ച് ഫിനിഷിങ് വേണം. അതെനിക്കും തോന്നി. ആദ്യത്തെക്കാളും ലാസ്റ്റ് പല്ലവിയിലെ ഊഞ്ഞാൽ ആ ഒരു ഫീൽ കൊടുത്തില്ലേ, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് പല്ലവിയില്. പിന്നെ ലൈൻ മറന്നുപോയതും പേടിയുടെ ഭാഗമായിട്ട് മറന്നുപോയതാണ് അല്ലേ? അത് മറന്നു പോവുകയും ചെയ്ത് ഗ്ലുമായി. അതെ അപ്പൊ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം പാടാൻ വരുന്നതിന് മുമ്പ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മീനുകൂടാ, എന്തോ ചീര കഴിക്കാറുണ്ടോ? ചീര വല്ലപ്പോഴും. ചീര പൂവിനെ പറ്റി പറഞ്ഞില്ലേ? അതെ, ചീര ഇഷ്ടമാണോ? ഇഷ്ടമല്ല, പക്ഷെ നിർബന്ധിക്കുമ്പോ കഴിക്കും. നിർബന്ധിച്ച കഴിക്കും. ഈ ചീരയുടെ ഇംഗ്ലീഷ് എന്താ? സ്പിനച്ച് ആണോ? എന്റെ അമ്മേ, ഈ കുട്ടി ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇതിനിടയിൽ ഒരു മുത്തങ്ങ പുല്ലിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഇംഗ്ലീഷ് എന്താ? മുത്തങ്ങ പുല്ലിന്റെയോ? മുത്തങ്ങ ഗ്രാസ്. അതെ അതെ, മുത്തങ്ങ ഗ്രാസ്. അതിനപ്പുറം ഒരു വാക്കില്ല. മുത്തങ്ങ ഗ്രാസ്. നട്ട് ഗ്രാസ് നോക്കിയാ. എന്ത് ഗ്രാസ്? നട്ട് ഗ്രാസ്. നട്ട് ഗ്രാസ്. അതാണ് മുത്തങ്ങ പുല്ല് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കഥകൾ. നമുക്ക് മാറിപ്പോണ്ടേ? നമ്മുടെ കുഞ്ഞ് മൈഥിലിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 95 on 100 ടുഡേ. അപ്പൊ മൈഥിലിക്കുട്ടി, നമ്മളിങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ മാർക്ക് വേണം അല്ലേ? അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. പോയിരുന്ന് നല്ലോണം പാട്ട് പഠിച്ചോട്ടോ. ബൈ. പ്രേക്ഷകരും നമ്മളും എല്ലാവരും കാത്തിരിക്കുന്ന പോലെ ഒരു ഡിബേറ്റ് റൗണ്ട് ആണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ദക്ഷ് കുട്ടനും ദിയക്കുട്ടിയും എത്തുന്നു. വെൽക്കം. നല്ല ടിപ്പ് ടോപ്പ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതെ, താങ്ക് യു സർ. രണ്ടുപേരും അതെ. അപ്പൊ ഡ്യുവറ്റ് അല്ലേ? അതാണ് ഡി 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 അല്ലേ? അതെ, രണ്ട് ഡികൾ പാടുന്ന ഡ്യുവറ്റ്. സൂപ്പറാണ്. ഏതാണ് പാട്ട്? തീരം തേടുമോളം പ്രേമഗീതങ്ങൾ. അതല്ലേ? ബ്യൂട്ടിഫുൾ. MG അണ്ണനല്ലേ? കൂടെ സുജാത ചേച്ചിയല്ലേ? കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. സിനിമ വന്ദനം, വർഷം 1989, മ്യൂസിക് ഔസേ ബച്ചൻ സാർ, ലിറിസിസ്റ്റ് ഷിബു ചക്രവർത്തി സാർ, പിന്നെ പാടിയത് MG അങ്കിളും സുജാത വർഷം പറഞ്ഞു. എനിക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടെ റിഹേഴ്സ് ചെയ്ത് വന്നല്ലേ ഇതിങ്ങനെ പറയണം. ഒരാൾ പറഞ്ഞു, അടുത്ത ആള് പറഞ്ഞു. സംഭവം എങ്ങനെയുണ്ടായിരുന്നു റിഹേഴ്സൽ? നല്ലായിരുന്നു. ആണോ? എന്തോ ഒരു സംശയം. എന്തേ? സംശയമൊന്നുമില്ല. ദക്ഷ എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണ്? ആരാ ഏറ്റവും ആദ്യം പാട്ട് പഠിച്ച് സെറ്റ് ആയതാരാ? രണ്ടുപേരും ഒരുമിച്ചാണോ പഠിച്ചത്? ആർക്കാ മടി ഉണ്ടായിരുന്നത്? മടി ആർക്കായിരുന്നു പഠിക്കാൻ? ആരാ ഉഴപ്പിയത്? അത് മടി പറഞ്ഞോ, ധൈര്യമായി പറഞ്ഞോ. മടി രണ്ടുപേർക്കും ഇല്ലായിരുന്നു. രണ്ടും മിടുക്കന്മാരാണ്. രണ്ടുപേരും മിടുക്കന് പിടിക്കുകയാണ്. വേറെ കാര്യം ചോദിക്കാം. പാട്ട് പാടുന്നതിന് മുമ്പേണേ മാർക്കാണേ. ദിയ ദക്ഷിണ എത്ര മാർക്ക് കൊടുക്കും? പ്രാക്ടീസ് ഒക്കെ അത് നല്ലൊരു ചോദ്യമാണ്. ഒരു 90. പോരട്ടെ. 90യോ? 90 എത്ര ഉള്ളൂ? 90 മര്യാദ കൊടുത്താൽ 98.5. 98.5. ദക്ഷ എങ്ങനെയാണ്? എത്ര കൊടുക്കും? 98.5. സെയിം മാർക്ക്. എനിക്ക് എത്ര അങ്ങോട്ട് തരും. ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത്. ഓ, അത് ശരി. ഒരേ മാർക്ക് രണ്ടുപേരും. ഓക്കെ, അപ്പൊ ഇനി പാട്ട് ഒരുപോലെ പാടുമോ നോക്കട്ടെ. അല്ലേ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. രണ്ടുപേർക്കും താങ്ക് യു ചേച്ചി. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു ഈ
വെരി നൈസ്, വെരി നൈസ്, വെരി ഗുഡ്, Thank you, വെരി sir. ഗുഡ്. ഡി ഡി എന്തോ Yes, sir. നന്നായിരുന്നു, രണ്ടുപേരും അടിപൊളിയായിട്ട് പാടി, വളരെ Thank you, നന്നായിട്ട് sir. പാടി. താങ്ക് യു സർ. പല ഭാഗങ്ങളും നമ്മൾ വിചാരിച്ചു പാടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച ചില സ്ഥലങ്ങളൊക്കെ അവിടെ തന്നെ മത്സരം ഉണ്ടല്ലോ. അതെ, അതെ, അവിടെ തന്നെ അവരവിടെ മത്സരമുണ്ട്. തന്നെ. അതെ 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 അതെ, നന്നായിട്ട് പാടി കേട്ടോ. Thank you, sir. താങ്ക് യു സർ. ലിറിക്സ് എല്ലാം കറക്റ്റ് ആയിട്ടല്ലേ പാടി എല്ലാരും, ആ അല്ലേ? ആ പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല. ആ ഓക്കെ, ഇല്ല. കറക്റ്റ് ആയിരുന്നു, എന്നാ കറക്റ്റ് ആയിരുന്നു. ഒന്നിട്ട് നോക്കിയതായി എങ്ങാനും മാറ്റിയാലോ എന്ന്. എനിക്ക് ഇന്നാതിരിയുടെ ആ അന്ന് പാടിയ അത് ആ അതാണ്, അത് കുറച്ച് സ്ട്രെയിൻ തോന്നി എനിക്ക്. മുങ്ങി കുളി കഴിഞ്ഞെത്തിയ പെണ്ണിന്, അത് കുറച്ചും കൂടി ഈസി ആയിട്ട് വന്നാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേൾക്കാൻ. ഇത്തിരി സ്ട്രെയിൻ തോന്നുന്നതുകൊണ്ടാണ് ആ ഒരു അവിടെ മാത്രം ഇത്തിരി ഭംഗി നഷ്ടപ്പെട്ടത് കേട്ടോ. സ്വപ്നം കണ്ടൊരു ആരാ പാടിയേ? ഞാനാ. അത് പാടിയേ? സ്വപ്നം കണ്ടൊരു പൂവിരേ മാറി സബാഷ്. പുഷ്പതലത്തിൽ ഞാൻ ഉറങ്ങും. ഹമ്മിങ് ഒന്ന് പാടിയേ? അതിനുവേണ്ടിയാ പഠിപ്പിച്ചത്, ഒന്നുകൂടി കേൾക്കാൻ കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പാടിയത് വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. പിന്നെ ആ ഇടയ്ക്ക് നിങ്ങൾ ഡാൻസും കൊള്ളായിരുന്നു, അതെ, നന്നായിരുന്നു അല്ലേ? നല്ല ദക്ഷുട്ടന്റെ രസമുണ്ടായിരുന്നു, special ആക്ഷൻസ് ഒക്കെ കൊള്ളാം. ദക്ഷിണ അവിടുന്ന് എല്ലാ അതെ. എല്ലാ instruments ഇൻസ്ട്രുമെന്റ്സും വായിച്ചു. അതെ. അതെ. പെർഫോമൻസ് റൗണ്ടിൽ അതുപോലെ ആയിരുന്നു. നേരത്തെ വയലിൻ വരുമ്പം ഇങ്ങനെ നമ്മുടെ റിമി സ്റ്റേജിൽ റിമി പാടുന്ന ചേച്ചി ഇതുപോലെയാ. എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുമായിരുന്നു കൈ ഓടക്കുഴലൊക്കെ വായിക്കും. ഗിറ്റാർ, ഡ്രംസ്, അതുപോലെ എനിക്ക് ഓർമ്മ വന്നു. ഓക്കെ, കൊള്ളാം, രണ്ടുപേരും നന്നായിട്ട് പാടി കേട്ടോ. Thank you, sir. ബാക്കി ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്ന് ശരിയാക്കിയാൽ മതി. ഓക്കെ, Okay, ഓൾ sir. ദി ബെസ്റ്റ്. താങ്ക് യു സർ. Yes. ഇതിൽ ശരിക്കൊരു ഡ്യുവറ്റിന്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. അതെ അതെ, അതാണ്. അപ്പൊ രണ്ടുപേരും കട്ടക്കി നിൽക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവിടെ അല്ല. അത് നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഇടങ്ങൾ പറയാം. അത് കൊതിയുണ്ടോ ഒന്നുകൂടെ കേൾക്കാൻ? പൊൻതാഴം പൂങ്കാവുകളിൽ തന്നാലാടും പൂങ്കാറ്റ എന്നുള്ളത്, അത്രയും പോർഷൻ ഒന്ന് പാടിത്തരൂ. പൊൻതാഴം പൂങ്കാവുകളിൽ തന്നാലാടും പൂങ്കാറ്റേ അത് ഒറിജിനൽ ടേക്കിൽ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. അതെ അതെ അതെ, ഇതിലും നന്നായിരുന്നു. അതെ, Beautiful ആയിരുന്നു. താങ്ക് യു. അതിങ്ങനെ കൊതിച്ചു പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നീ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പാടിയ ഒരു ഇടമുണ്ടല്ലോ. അതെവിടെയാ? മുടിയിൽ ചൂടാൻ പൂ തരുമോ എന്ന് പറഞ്ഞില്ലേ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. അതൊന്ന് കേൾക്കട്ടെ. പഠിക്കേ. എനിക്ക് വയ്യ, അമ്മോ. അടെ ഇങ്ങനെയൊക്കെ പാടണേ. പാടി നമ്മളൊക്കെ എണിപ്പിച്ചു നിൽക്കണം. അതെ 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 അതെ, ഗൂസ് ബംസ് ആണ് ഇതുപോലെയൊക്കെ പാടിയ കേട്ടോ. അത് ഗംഭീരായിരുന്നു. പിന്നെ ഈ പല്ലവി തുടങ്ങുന്ന അതിന്റെ സിങ്കപ്പേഷൻ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും തോന്നുന്നു എനിക്ക്. താരി താരി തീരി തീരി അല്ല, അതല്ലേ അതിന്റെ ട്യൂൺ. അല്ലേ? അപ്പൊ അത് അങ്ങനെ പാടൂ. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാൻ ഇന്നു നിൻ കാതിൽ പറഞ്ഞു. ഞാൻ ഒറിജിനൽ കേട്ടിട്ട് ഒരുപാട് നാളായി. അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെ പാടിയ നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ പറയുന്നുള്ളൂ. അതൊരു തെറ്റാണെങ്കിൽ ക്ഷമിച്ചു കളയൂ കേട്ടോ. അത് മോളും അതുപോലെ പാടിയ. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു. ഇനി ഡ്യുവറ്റ് ആയിട്ട് കേൾക്കട്ടെ. 1 2 3 4. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു, ഈണം ചേർത്തു ഞാൻ ഇന്നു നിൻ കാതിൽ പറഞ്ഞു. അങ്ങനെ എന്ത് പറ്റി ഇടയ്ക്ക് ദിയ നിർത്തിപ്പോയത്? അല്ല, അത് വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം. ലിറിക്സ് വ്യത്യാസമുണ്ട്. Okay. അങ്ങനെ ഡ്യുവറ്റ് സമാപ്തം. ഇനി ക്യാപ്റ്റന്റെ ഇന്നിങ്സ് ആണ്. ആര്യയിലേക്ക് Yes. കിടക്കാം. ഇത്ര കോമ്പറ്റീറ്റീവ് ആയിട്ട് ഡ്യുവറ്റ് രണ്ടുപേരും ഇങ്ങനെ അതും ഡാൻസിൽ പോലും അതെ, അതെ, ഒരാൾ അതെ. വേറൊരു സ്റ്റെപ്പും ഇവിടുന്ന് ഒരാൾ ഫുൾ വേറൊരു ഇൻസ്ട്രുമെന്റ്സ് step. കൈകാര്യം ചെയ്യാം. അതെ ഇങ്ങനെ ദക്ഷകുട്ടന്റെ ക്ലാസിക് ദക്ഷകുട്ടൻ പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ഗിറ്റാർ ഫസ്റ്റ് ഇന്റർലൂഡ്. അത് വയലിൻ വരുമ്പോ അതിങ്ങനെ. വയലിൻ, പിന്നെ ഇടയ്ക്ക് കീബോർഡ്. അതെ 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 അതെ, അപ്പൊ നമ്മുടെ ദിയക്കുട്ടി ഇങ്ങനെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ദിയക്കുട്ടി ഞാനോ? ഞാനത് ചെയ്തത്. എന്തായാലും നല്ല സ്മാർട്ട് പെർഫോമൻസ് Thank you, ma'am. പറഞ്ഞു Thank കഴിഞ്ഞാൽ you. രണ്ടുപേരും
നല്ല സ്മാർട്ടായിട്ടാണ് ഇന്ന് പെർഫോം ചെയ്തത്. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റേജ് കഴിയുമ്പോഴും ഇങ്ങനെ ധൈര്യമൊക്കെ കൂടിക്കൂടി വരിക എല്ലാവർക്കും. രണ്ടുപേർക്കും ധൈര്യം കൂടി, നല്ല ഒരു പേടിയുമില്ല ഇപ്പം. എങ്ങനെ വേണമെങ്കിലും പാടാന്നായിട്ടുണ്ട്. കിടിലം പാട്ട്, നല്ല സോങ് സെലക്ഷൻ, നല്ല പെർഫോമൻസ്. ദക്ഷകുട്ട ഇതിൽ നിന്ന് പറയാത്ത ഒരു കാര്യം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഈ ചരണം തുടങ്ങിയപ്പോൾ കുറച്ചൊരു ലാഗ് വന്നോന്നൊരു ഡൗട്ട്. അവിടെ ചെറുങ്ങനെ ഒന്ന് ശ്രദ്ധ മാറിപ്പോയോന്നൊരു ഡൗട്ട്. നൈസ് പെർഫോമൻസ്, ഡിവറ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. താങ്ക് യു മാം. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്. സോ കൺഗ്രാറ്റുലേഷൻസ്. സാർ, MJ സാർ എന്നോട് കഴിഞ്ഞ പാട്ടിന് ആലപ്പുഴ പട്ടണത്തിൽ ആ സോങ് പാടിയപ്പോൾ പറഞ്ഞിരുന്നു, സാർ ഞാൻ നന്നായിട്ട് പാടിയതുകൊണ്ട് എനിക്ക് അമ്പലപ്പുഴ പാൽപ്പായസം കൊണ്ടുവരുന്നു. എവിടെ? അപ്പൊ സാർ അത് എവിടെ? എനിക്ക് തരുമോ? പാൽപ്പായസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും എന്നാണ് ഞാൻ അറിയുന്നത്. അതെ, എനിക്ക് തരണേ പ്ലീസ്. ഒരാൾക്കുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ആലോചിക്കാൻ എങ്ങനെയെങ്കിലും നടപടിയാക്കണോ? പക്ഷെ നടപടിയാവും, തീർച്ചയായിട്ടും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ Okay, sir. മോനെ. Thank you, യെസ്, sir. ഞാനൊരു വാക്ക് സ്വന്ന 100 തടവ് சொன்ன மாதிரி. മാതിരി അപ്പൊ മാർക്കിലേക്ക് പോവാം. ടെൻഷൻ വേണ്ട, ലൈറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട്. ഇന്നത്തെ നന്നായിട്ട് ടെൻഷൻ അടിച്ചോ. അപ്പൊ ദക്ഷിന് ഒരു ലൈറ്റ് ആയിട്ട് 97.5 on 100. താങ്ക് യു സർ. ദിയകുട്ടിക്ക് സൂപ്പർ ലൈറ്റ് ആയിട്ട് ഒരു 98 on 100. അപ്പൊ രണ്ടാൾക്കാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമ്മുടെ ബാക്കി റൗണ്ട്സ് ഒക്കെ വരാനിരിക്കുകയാണ്. തകർക്കണം രണ്ടുപേരും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ താങ്ക് യു. ബൈ ബൈ. മധു അങ്കിൾ, എന്തോ നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊരു ഡെഡിക്കേഷൻ റൗണ്ട് വന്നിരിക്കുകയാണ് അല്ലേ? ആഹാ. ഈ റൗണ്ടിന്റെ പ്രത്യേകത, നമ്മൾ ഇവിടെ വന്ന് പാടുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ പാട്ട് Dedicate ഡെഡിക്കേറ്റ് ചെയ്യാം. ചെയ്യാം. ഓ, അതെ, അങ്ങനെ ഒരു കിടിലൻ റൗണ്ട് നമുക്ക് വന്നിരിക്കുകയാണ്. ആഹാ. ഈ റൗണ്ടിൽ പാടാൻ എത്തുന്നത് നമ്മുടെ റിയാൻ കുട്ടനാണ്. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം റിയാൻ കുട്ടൻ ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് അതെ. ചെയ്യുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും. സോ ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. പ്രിയങ്കുട്ടാ, എന്തോ എത്ര ദിവസങ്ങളായി നിന്നെ കണ്ടിട്ട് എന്നെ കുഞ്ഞേ? ശരിയാ സാറേ. എന്തൊക്കെയായിരുന്നു പരിപാടികൾ? സ്കൂളിലൊക്കെ പോയി ഫ്രണ്ട്സ് ഒക്കെ നല്ല ഹാപ്പി ആയിരുന്നു. ആണല്ലേ? ബിനുക്കുട്ടൻ എന്താ പറയാ? ബിനുക്കുട്ടൻ ബിനുചേട്ടന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ ഒരു അങ്കിള് ഫോണിൽ വിളിച്ചിരുന്നു. അങ്കിളുടെ പേരൊക്കെ പിന്നെ പറയാം. ആ അങ്കിള് എന്റെ അടുത്ത് പറഞ്ഞെന്താ വെച്ചാ, ബിനുക്കുട്ടന്റെ പാട്ട് കേട്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ബിനുക്കുട്ടനെ ഇനി 5 വർഷത്തേക്ക് പാട്ട് പഠിപ്പിക്കാൻ പോവാണ് ആഹാ. അങ്കിളിന്റെ ചെലവില്. ആ ചേട്ടൻ പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. അല്ല, ആ ചേട്ടൻ ഫ്ലൂട്ടിന്റെ കാര്യം അറിഞ്ഞ, പാട്ടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. രണ്ടും കൂടെ ഒന്നിച്ചാണ്. ആ രീതിയിലാണ് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ റിയാൻകുട്ടിന്റെ ഒരു ടീച്ചറെ കണ്ടു. പറഞ്ഞിരുന്നോ? ടീച്ചറുടെ പേര് ഞാൻ മറന്നുപോയി. ഈ പറഞ്ഞ പേര് പോലെ. അറിയുന്ന ഒരാള് പറയട്ടെ. റിയാൻകുട്ടൻ ചേമ്മ ചേച്ചിന്നാ വിളിക്കാറെന്ന് പറഞ്ഞു. ആ ആരാ അത്? അത് കണ്ണൂരില് ആ എന്റെ വല്യമ്മയുടെ വീട്ടിലെ ഒരു ആ, ടീച്ചറാണ്, ജാതിക ടീച്ചറാണ്. വല്യമ്മയുടെ. ആ ഞാൻ കണ്ടു കേട്ടോ. എപ്പോ? ഞാന് കലോത്സവം കാണാൻ പോയി കണ്ണൂര്. ആ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു റിയാൻകുട്ടനോട് പറയണം, അന്വേഷിച്ചു. എന്താ ശരിക്കും എന്താ വിളിക്കുന്നേ? ചെമ്മ ചേച്ചി. ചെമ്മ ചേച്ചി. ആ ശരി. അപ്പൊ എന്തായാലും എല്ലാരും അന്വേഷിക്കുന്നുണ്ട് റിയാൻകുട്ടനെ. MJ അങ്കിള്, നമ്മുടെ ബിനു ചേട്ടനെ ഒരു അങ്കിള് പാട്ട് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതാരാ അങ്കിള്? ആ അങ്കിളിന്റെ പേരാണ് വിജയകുമാർ അങ്കിൾ. ഓക്കെ. അദ്ദേഹം ഇപ്പൊ തിരുവനന്തപുരത്താണ്. കിട്ടി. തിരുവനന്തപുരത്താണ് അദ്ദേഹം ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഓക്കെ. ഒരുപാട് സംഗീതം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ബിനുക്കുട്ടനെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയൊരു നമസ്കാരമുണ്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണേ പാട്ട്? ഇന്ന് എന്റെ അമ്മയ്ക്കും ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ്. ആണോ? ആയേ. ആഹാ. ഒരു മകന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, അമ്മയ്ക്ക് ഒരു പാട്ട് Yes. എന്നൊക്കെ പറയുന്നത്. എന്നമ്മേ ഒന്ന് കാണാൻ അതെ എത്ര സാറേ. നാളായി ആ. ഞാൻ കൊതിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? സിനിമ നമ്മൾ ഉം. വർഷം 2002, മ്യൂസിക് മോഹൻ സിത്താര സാർ, ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് KJ യേശുദാസ് സാർ. ഹായ്. വെരി ഗുഡ്. മിടുക്കൻ. സാറേ, എനിക്കൊരു കോമഡി പറയാനുണ്ട്. കോമഡിയോ? വരട്ടെ. ഒരു ആ, കോമഡി എന്റെ സ്കൂളിലെ കോമഡിയാ. അതൊന്ന് പറഞ്ഞേ, ഒരു സ്കൂളിലെ കോമഡി. എബി സാറിനെ അറിയില്ലേ സാറിന്? ആ, ഇവിടെ വന്നേ. അന്ന് വന്നേ. ഇവിടെ വന്ന സാറ്. ആ ഞാൻ സ്കൂളിലെ പുറത്തിരിക്കായിരുന്നു. ഉം. അപ്പോ എബി സാറ് വന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല സാറാണോ എന്ന്. ആ സാറ് ശബ്ദം മാറ്റി ചോദിച്ചു. അതായത് കുട്ടികളുടെ അല്ല, വലിയ ആളുടെ, ആ. വേറെ ആരോ ചോദിക്കുന്ന പോലെ. മോന്റെ പേരെന്താന്ന് ചോദിച്ചു. ആ. ഞാൻ പറഞ്ഞു റിയാൻ. എനിക്കറിയില്ലല്ലോ. ആ. 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 അപ്പോ
മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. 5ാം ക്ലാസ്സിലെന്ന് പറഞ്ഞു. ഞാൻ നബിയാണോ പോടാടുന്നു. അത് ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ പാട്ടങ്ങ് പാടിയാലോ? പാടാം. അപ്പൊ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലെ? അതെ, നമ്മുടെ റിയാൻകുട്ടൻ ഇത് കണ്ടോണ്ടിരിക്കുന്ന ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട്, പിന്നെ റിയാൻകുട്ടന്റെ സ്വന്തം ഒരു ചക്കര അമ്മയുണ്ട്, ആ അമ്മയ്ക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? ആ ഓക്കെ. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. എനിക്കു തരാൻ ഇനിയുണ്ടോ കൂടുകൂടെ ചിരിക്കുന്ന പൊൻപാവ? വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂവുന്ന തൂവെണ്ണ? എനിക്കെന്റെ ബാല്യമിനി വേണം, എനിക്കെന്റെ സ്നേഹമിനി വേണം. അലയേണമീ കിനാച്ചിറകിൽ. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. പകൽ മഴയിൽ നനയുന്നു പരലായി തുടിക്കുന്നൊരിള മനസ്സ്. തുഴയാതെ തുഴയുന്നു വാത്സല്യക്കടലിലെ പൂക്കൊതുമ്പ്. ഇനി എന്തു വേണമറിയില്ലല്ലോ, ഇനി എന്തു മോഹമറിയില്ലല്ലോ. വെറുതെ പറന്നു പോയി നിലവ്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. എത്ര രാവിൽ ഞാൻ നനച്ചു. നൈസ് നൈസ്, വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ.
അമ്മയുടെ നിന്ന് ഒരു ഉമ്മ കിട്ടുന്നത് എനിക്ക് തോന്നുന്ന ഒരു കുളിർ മഴ പോലെയാണ്. ഇപ്പൊ ഒത്തിരി വയസ്സായി എനിക്ക്. ഇപ്പൊ എൻ്റെ അമ്മയെ ഞാനിങ്ങനെ ഓർക്കാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇതുപോലെ അമ്മയ്ക്ക് ഡെഡിക്കേഷനായിട്ട് അമ്മയ്ക്ക് മകൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ സറണ്ടർ ആണല്ലോ. ആ സമർപ്പണത്തിൽ ഒരു പാട്ട് എനിക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ അമ്മ മഴക്കാരനൊക്കെ കണ്ണിറഞ്ഞു എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ അമ്മയും മകനെയും കണ്ടപ്പോ പഴയ ആ അമ്മയും മകനെയും എനിക്ക് ഓർമ്മ വന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര റിയാന്റെ കൂടെ? റിയാന്റെ യാത്ര എന്ന് പറയുമ്പോൾ അത് വലിയൊരു യാത്രയാണ്. ചെറുതില് അവന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ കുറേ നടന്നു. അതിലൊന്നും ഫലമില്ലാന്ന് കണ്ടതിന് ശേഷം പിന്നെ അത് നമ്മൾ അവസാനിപ്പിച്ചു. പിന്നെ പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. ഇന്ത്യയിൽ തന്നെ അവന് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെന്റ് ഇല്ല. ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, ഒന്നും ഫലപ്രദമായിട്ടുണ്ടായില്ല. 1 വർഷത്തോളം ചെറുപ്പത്തിൽ ആയുർവേദ മരുന്നൊക്കെ കഴിക്കായിരുന്നു ഡെയിലി. അവന് കണ്ണിൽ രാവിലെ എണീറ്റ് ഉടനെ കണ്ണിൽ ആട്ടിൻ്റെ പാല് ഒഴിക്കാൻ പറഞ്ഞു. അതൊഴിക്കാൻ വേണ്ടി നമ്മൾ ആടിനെ വരെ വാങ്ങി. കാരണം ഫസ്റ്റിലത്തെ പാല് എടുത്തിട്ട് വേണം കണ്ണിൽ ഉറ്റിക്കാൻ വേണ്ടി. അങ്ങനെ അത് നിർത്തിയതിന് ശേഷം നമ്മൾ ഇവന് നാട്ടിൽ തന്നെ ചെറിയൊരു സ്കൂളിൽ ഇങ്ങനെ pre-KG പോയി. അതിനുശേഷം മോൻ്റെ അച്ഛൻ ഗൾഫിലായത് കാരണം നമ്മൾ അവിടത്തേക്ക് പോയി. 1 വർഷത്തോളം അവിടെ ബ്ലൈൻഡ് സ്കൂളൊക്കെ നോക്കി. പക്ഷേ ഇവന് പറ്റിയ ബ്ലൈൻഡ് സ്കൂൾ അവിടെ ഇല്ല. അവർ അറബി ആയിരുന്നു കൂടുതലും. അവർ ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷേ ഉണ്ടാവുള്ളൂ. അപ്പം അത് കാരണം നോർമൽ സ്കൂളിൽ തന്നെ ചേർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നോർമൽ സ്കൂളിൽ 1 വർഷത്തോളം മോൻ്റെ കൂടെ ഞാനും LKG പോയി ഇരുന്ന് അങ്ങനെ 1 വർഷം അവിടെ പഠിച്ചു. അങ്ങനെ അത് പറ്റില്ല എന്ന് തോന്നി. എനിക്ക് ജോലിയൊക്കെ അവിടെ ഓക്കെ ആയി വന്നതായിരുന്നു. എക്സാമൊക്കെ ക്ലിയർ ആയി. പക്ഷേ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവന് വേണ്ടി തിരിച്ച് നാട്ടിലേക്ക് വന്ന് ഇവന് നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ബാംഗ്ലൂരിൽ പോയി. ഞാനും മോനും മാത്രം. അവിടെ പോയി. അവിടെ എപ്പോഴും അസുഖമായിരുന്നു. എപ്പോഴും അവന് വേണ്ടി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണം. അത് കാരണം കുറേ മടുത്തു. പിന്നെ കൊറോണ ആയത് കാരണം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. കൊറോണ ആയി 1 വർഷത്തോളം കൊറോണയായി. മോനെ സ്കൂളിൽ പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പാലക്കാട് സ്കൂളിലേക്ക് മാറി. പാലക്കാട് സ്കൂളിൽ ഒരു വർഷം പാലക്കാട് സ്കൂളിൽ പോയി. അപ്പം മോൻ്റെ അച്ഛൻ നാട്ടിലില്ലാത്ത കാരണം അവിടെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും ഉള്ള ബുദ്ധിമുട്ട്. ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം അത് കാരണം എനിക്ക് അവിടെ പോയി അവൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ആള് ഹോസ്റ്റലിലായിട്ട് ഫുഡൊന്നും കഴിക്കില്ല. അങ്ങനെയായി. അത് കാരണം തിരിച്ച് നമ്മൾ വന്നു. അതൊഴിവാക്കി. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കാരണം അവൻ്റെ അച്ഛൻ ഗൾഫിലെ ജോലി ഒഴിവാക്കി ചെന്നൈയിൽ ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി. ചെന്നൈയിൽ 1 വർഷം അവിടെ പഠിച്ചു. അവിടെ അത്യാവശ്യം തമിഴൊക്കെ നന്നായി പഠിച്ച് എല്ലാം എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുമായിരുന്നു. എല്ലാം പഠിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ നല്ലൊരു നാടൻ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നൈയിലെ പഠിത്തം ഒഴിവാക്കി നാട്ടിലേക്ക് വന്നു. അപ്പം ഇവൻ്റെ അച്ഛൻ അവർ പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല, വേണമെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യാം, മോൻ്റെ കൂടെ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നാട്ടിലേക്ക് തിരിച്ചു വന്ന് 1 വർഷത്തോളം നാടൻ ചികിത്സ ചെയ്തു. പക്ഷെ അതിലും വലിയ ഫലപ്രദമായിട്ടൊന്നും മാറ്റമൊന്നും 1 വർഷത്തോളം മാറ്റം വരാത്ത കാരണം പിന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. ഇനിയും പഠിത്തം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നിട്ട് അങ്ങനെ ഇങ്ങനെ കേരളത്തിൽ നല്ലൊരു സ്കൂള് തപ്പി നോക്കിയപ്പോൾ ഈ ആലുവ സ്കൂളിലേക്ക് എത്തിയത്. ആലുവ സ്കൂളിൽ എത്തിയത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരാനും ഇങ്ങനെ മോനെ ഇപ്പൊ ലോകം അറിയാനും ഒക്കെ ഉള്ളത്. ദൈവം എത്തിച്ച പോലെയാണ് എനിക്ക് സത്യം. അത് ദൈവം ഉണ്ട് എന്നുള്ളത്, എൻ്റെ മോന്റെ കൂടെ പോകുമ്പോ എപ്പോഴും ദൈവം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. സംഗീതമല്ലേ അവന് സംഗീതം അതാണ്. സാറേ, എൻ്റെ അമ്മേനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മേനെയും അച്ഛനെയും. അപ്പൊ അമ്മയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കും, സോഫ്റ്റ് ആന്നൊക്കെ വിചാരിച്ച്. എപ്പോഴും തൊട്ടോണ്ടിരിക്കും ഇങ്ങനെ മുഖത്ത്. അമ്മേന്റെ മുഖം എന്തൊരു സോഫ്റ്റ്. ശരിക്കും മനസ്സുകൊണ്ട് ആള് എപ്പോഴും എന്നെ കാണുന്നുണ്ട്.
ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് തീർച്ചയായിട്ടും. റിയാൻ കുട്ട. താങ്ക് യു സാർ. അത് പറയാൻ വാക്കുകളൊന്നുമില്ല കേട്ടോ. അമ്മയുടെ വാക്കുകളും കൂടെ കേട്ടപ്പോ ശരിക്ക് എന്ത് പറയണം എന്നറിയാതെ ആയി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നണേ. അമ്മയുടെ സ്നേഹം മകന് സംഗീതമായിട്ട് മാറുന്നു. അമ്മയുടെ സ്വപ്നങ്ങൾ മകൻ ജീവിതത്തിൽ സാർത്ഥകമാക്കുന്നു. അതെ. ദോസ് ഡ്രീംസ് കം ട്രൂ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റിയാൻ കുട്ടൻ്റെ ജീവിതം ശരിക്ക് സംഗീതത്തിൽ ആ രീതിയിൽ തന്നെ പോകും എന്ന് നമ്മൾ കാണുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ അവൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നു എന്നുള്ള. താങ്ക് യു സർ. അപ്പൊ ഒരു ഈ ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ തന്നെ ഇത്രയും യാത്ര ചെയ്ത് വന്ന ആളാണ് ഇവിടെ. ശരിക്കും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നതാ നമ്മള്. മോന്റെ അച്ഛൻ അതിനു വേണ്ടി എല്ലാം ഒരു 5 ലക്ഷം രൂപയോളം മുടക്കി ആള്. അപ്പൊ എല്ലാം ശരിയായി. അപ്പൊ ഞാനും മോനും കൂടി മെഡിക്കൽ ചെയ്യണം എന്നാണ് ബാംഗ്ലൂർ പോയതാ. പോയി അപ്പൊ നമ്മൾ മോന്റെ ഇഷ്യൂ ഇതൊന്നും പറഞ്ഞില്ല. അവര് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മോൻ പോസ് ചെയ്യുന്നുണ്ടായില്ല. കണ്ണ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഫോട്ടോ പോസ് ചെയ്യാത്ത കാരണം അവർക്ക് ഡൗട്ട് അടിച്ച് മോൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് കംപ്ലീറ്റ് റിജക്ട് ചെയ്തു. മൊത്തം റിജക്ട് ആയി. അത് ശരി. അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. വേറെ എന്തോ വലുത് ദൈവം വെച്ചിട്ടുണ്ട്, നല്ല കാര്യം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ അതിൽപ്പെട്ട ഒരു നല്ല കാര്യമാണ്. ഇവിടെ എത്തിപ്പെട്ടില്ല. അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ എന്തായാലും നമ്മുടെ റിയാൻ കുട്ടനുണ്ട്, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. താങ്ക് യു സാർ. കേട്ടോ, പാട്ട് എനിക്ക് പാടിയത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പാടിയത്. താങ്ക് യു സാർ. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അനുപല്ലവിയിൽ എനിക്ക് കുറച്ച് പ്രശ്നം തോന്നിയത് അതുപോലെ തന്നെ ചരണത്തിലും സെയിം സ്ഥലത്ത് തന്നെയാണ്. തൈർക്കലം തൂകുന്ന അതൊന്ന് പാടി. തയർക്കലം തൂവുന്ന അതിന് പിച്ച് തൂകുന്ന താരറ തൂകുന്ന തൂവെണ്ണ തൂവെണ്ണ. പിന്നെ അതിന്റെ അടുത്ത ലൈനും എനിക്കെന്റെ എനിക്കെന്റെ ബാല്യം എനിക്കെന്റെ ബാല്യമേ. അതിനൊക്കെ അത് പെർഫെക്ഷൻ, അതിനെ പെർഫെക്റ്റ് ആക്കണം, അത്രേ ഉള്ളൂ. അതെന്റെ തൊണ്ട എന്തോ പ്രശ്നമായതുകൊണ്ട്. ആണോ? അത് തന്നെ അടുത്ത എനിക്കെന്റെ സ്നേഹം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സെയിം സ്ഥലത്ത് ചരണത്തിലും ഇനി എന്തു വേണം, അതും ഇനി എന്ത് മോഹം. അത് ഈ ഭാഗങ്ങളാണ് എനിക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കണം എന്ന് എനിക്ക് തോന്നിയത്. കേട്ടോ, ബാക്കി ഭൂരിഭാഗവും വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. പാട്ടല്ലാതെ അമ്മയെ കുറിച്ച് റിയാൻ കുട്ടൻ എന്താ പറയാനുള്ളത്? ബാംഗ്ലൂരിൽ പഠിക്കുമ്പോ അച്ഛന് അങ്ങനെ വരാൻ പറ്റിയില്ല. അച്ഛന് ജോലി തിരക്കൊക്കെ ആയിരുന്നോണ്ട് കൊറേ മാസം അമ്മ തന്നെയായിരുന്നു എന്റെ അടുത്ത്. ആണല്ലേ? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അവിടെ. ചെന്നൈയിലായപ്പോഴും അച്ഛനൊന്ന് സ്ഥിരമായിട്ടൊന്ന് നിക്കാൻ തുടങ്ങി. അമ്മയുടെ കൂടെ തന്നെ എന്നും ഉണ്ടാവണം. പിന്നെ അല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അമ്മയുടെ ബ്ലെസ്സിങ്സ് ഇങ്ങനെ ഉണ്ട് റിയാൻകുട്ടന്റെ ഒപ്പം കൂടെ ഉണ്ട്. അതെ, എപ്പോഴും കൂടെ ഉണ്ട്. അല്ലേ റിയാൻകുട്ട? പ്രാർത്ഥനയും അനുഗ്രഹവും. അതെ, അതാണ് നല്ല രസത്തിൽ പാടിയെന്ന്. എന്ത് രസമായിട്ടാ പാടുന്നേ. താങ്ക് യു ചേച്ചി. റിയാൻകുട്ടന്റെ കോൺഫിഡൻസ് ഒക്കെ പിന്നെയും അപ്പായി ഓരോ തവണയും പെർഫോമൻസ് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് വന്നോണ്ടിരിക്കുകയാണ്. താങ്ക് യു ചേച്ചി. അതൊക്കെ റിയാൻകുട്ടന്റെ അമ്മ തരുന്ന സ്നേഹവും ഭക്ഷണവും എല്ലാം കൂടിയിട്ടാണ്. പിന്നെ അല്ലാതെ. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ ഉണ്ടാക്കുന്ന എന്താ ഏറ്റവും ഇഷ്ടം? അമ്മ ഉണ്ടാക്കുന്ന മസാല ദോശ എനിക്ക് ഭയങ്കര. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് മിടുക്കനാവുന്നുണ്ട് റിയാൻകുട്ടൻ. താങ്ക് യു ചേച്ചി. നല്ല സൂപ്പർ അമ്മയും നല്ല സൂപ്പർ റിയാൻകുട്ടനും. സൂപ്പർ അമ്മയാ. അതെ, എനിക്ക് രണ്ടുപേരും ഒത്തിരി ഇഷ്ടമാണ്. റിയാൻകുട്ടനെ അനിയത്തിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു. അമ്മ എന്താണ് ഇപ്പം പഠിച്ചത്? ഒക്കെ ഡെന്റിസ്റ്റ് ആണ്. ആ, അപ്പം ആലുവയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആലുവ. അത്യാവശ്യം മോന്റെ സമയത്ത് ലീവ് എടുക്കും. അങ്ങനെ അച്ഛൻ എഞ്ചിനീയറാ, ഓയിൽ ആൻഡ് ഗ്യാസ്. അച്ഛനും അമ്മയും അവരുടെ ലൈഫ് റിയാൻകുട്ടന്റെ അനിയത്തിക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് മുഴുവനായിട്ട്. അതിന്റെ എല്ലാ ബ്ലെസ്സിങ്സും റിയാൻകുട്ടന് കിട്ടിയിട്ടുണ്ട്. റിയാൻകുട്ടന്റെ ഫാമിലിക്കും അതിന്റെ എല്ലാ നന്മകളും കിട്ടട്ടെ. ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് തന്നെയാണ് റിയാൻകുട്ടന്റെ പോക്ക്. എനിക്ക് ഒരുപാട് സന്തോഷമായി. താങ്ക് യു സോ മച്ച്. നല്ല ബ്യൂട്ടിഫുൾ പാട്ടാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. വെൽക്കം. താങ്ക് യു. അപ്പം മാർക്കിലേക്ക് കടക്കാം നമുക്ക്. MJ സാർ പറഞ്ഞില്ലല്ലോ. അമ്മയോടുള്ള ഈ നിറഞ്ഞ സ്നേഹം ഇങ്ങനെ പാട്ടായിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഒഴുകി വരുമ്പോഴേ പാട്ടിനെ പറ്റി ഒന്നും പറയാൻ തോന്നുന്നില്ലടേ. അപ്പൊ എനിക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എനിക്കല്ല, നമുക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് മാർക്കാണ്. ഓക്കെ ഓക്കെ. സാറേ, എനിക്ക് MJ സാറിന്റെ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമായി. ഏത് പാട്ടാ? എന്നിണക്കിളിയുടെ നമ്പുരഗാനം. അറിയാമോ പാട്ട്? 4 വരി പാടിക്കോ. എന്നിണക്കിളിയുടെ
ഗാനം കേട്ടിന്നലെയുറങ്ങാതെ ഞാനിരുന്നു. എന്നിണക്കിളിയുടെ നൊമ്പരഗാനം കേട്ടിന്നലെ ഉറങ്ങാതെ ഞാനിരുന്നു. അകലുവാൻ കാലൊച്ച അകതാറിൽ നിറയുന്ന മോഹദുഃഖങ്ങളാണെന്നറിഞ്ഞു. എന്നിണക്കിളിയുടെ നൊമ്പരഗാനം കേട്ടിന്നലെയുറങ്ങാതെ ഞാനിരുന്നു. വെരി ഗുഡ്. പ്രിയാങ്കുട്ടാ, എന്തോ പ്രിയാങ്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ദാസാറ്? അതെ. ദാസാറ് പഴയ തരങ്ങണി സ്റ്റുഡിയോയിൽ തിരുവനന്തപുരത്ത് പാടിയ ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്ന ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞൊരു ആൽബത്തിലുള്ള ഒരു പാട്ട്. അതെ. അറിയാങ്കുട്ടൻ ഇതൊക്കെ കേട്ടല്ലോ, എനിക്ക് അത്ഭുതമായി കേട്ടോ. ദാസാറിന്റെ പാട്ടുകൾ ഇങ്ങനെ നിത്യം കേട്ടോണ്ടിരിക്കോ? അങ്ങനെയാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ദാസാറിന്റെ കുറെ മലയാളം പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ദാസാറ് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിയാങ്കുട്ടന് ദാസാറിനെ കാണാൻ പറ്റട്ടെ. ഈ മാസം വരുമെന്നാണ്. അത് എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി. അദ്ദേഹം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പ്രിയാങ്കുട്ടന് കാണാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയാം. അപ്പൊ തരട്ടെ, മാർക്ക് തരട്ടെ. ആ. റിയാൻകുട്ടൻ ഗോയിങ് ടു ബി awarded 97.25 on 100 today. താങ്ക് യു സാർ. ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ അമ്മയുടെ കൂടെ തന്നെ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് റിയാങ്കുട്ടന്റെ ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം അത്. അവൻ എപ്പോഴും ഭയങ്കര സന്തോഷമാ. അങ്ങനെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ ബൈ. ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. ആര്യ ചേച്ചി, യെസ് ബേബി, ഒരു മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഇന്നിവിടെ എത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ചക്കരക്കുട്ടി ആയിട്ടുള്ള ശിവകാമി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. അയ്യോ മേക്ക് ഓവർ. അടുത്ത ആള് ഇതാരെന്നറിയോ? ഇത് രാജമാതാ ശിവകാമി ദേവി. രാജമാതയാണല്ലേ? അങ്ങനെയാണോ? ആ ശിവകാമി ദേവി. ശിവകാമിയാണെന്ന് തോന്നുന്നില്ലല്ലോ. ഇത് വേറെ ഏതോ ഒരു രാജകുടുംബത്തിലെ ഒരു രവിവർമ്മ ചിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ. അല്ലെങ്കിൽ മധു പറയുന്ന പോലെ ശിവകാമി സത്യത്തിൽ ആരാ ശിവകാമി. ഇന്ന് ഏത് ശിവകാമി? ഇന്ന് ഏതോ ഒരു ശിവകാമി. ഇത് മറ്റേ ഋഷി ശൃംഗൻ. ഞാൻ വേറെ എവിടെയോ ആണ്. അല്ല, ഋഷി ശൃംഗന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണോ? വൈശാലിയാണോ? വൈശാലി. ഒരു സംശയം. അല്ല, വൈശാലി. അതാ ഞാൻ പറഞ്ഞത്. ഋഷി ശൃംഗന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? ഞാൻ അതൊന്നും അല്ല. പാട്ട് ഏതാണ്? എന്ത് പുഷ്പം ചൂടി നിൽക്കും. വെരി ഗുഡ് സോങ്. കഴിഞ്ഞ പാട്ടൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടെ എന്താണ് അഭിപ്രായങ്ങൾ? കൊള്ളാന്ന് പറഞ്ഞ്. ആരാണ് ഉഗ്രനായിട്ടാ പാടിയത്. എന്തൊരു ഉഗ്രനായിട്ട്. അതെ. ഇവിടെ എന്റെ ചെവിയിലുണ്ട് കേട്ടാ. ആരൊക്കെയാ പറഞ്ഞത്? എന്റെ അമ്മ പറഞ്ഞ്, അച്ഛൻ പറഞ്ഞ്, പിന്നെ എനിക്ക് അപ്പച്ചുണ്ട്, വല്യച്ഛൻ പറഞ്ഞു, അപ്പച്ചി വലിയച്ഛൻ, പിന്നെ എനിക്ക് ഫ്രണ്ട്സും പറഞ്ഞു. നാട്ടുകാര്, വീട്ടുകാര്, ബന്ധുക്കൾ, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാരും പറഞ്ഞു. ഓക്കെ. ഞാൻ എന്റെ ഗുണ്ടകളെ വിടുന്നുണ്ട്. എന്തിനാന്നറിയോ? ആ അലർജി ഇടിച്ചു ഒതുക്കാൻ. ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്? അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കട്ടെ. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല മോക്ക്. അങ്ങനെ തന്നെ പോട്ടെ. ആ കള്ളക്കുട്ടനുണ്ട്. ഡീറ്റെയിൽസ്. സിനിമ വൈശാലി, സംഗീതം ബോംബെ രവി സാറ്, വരികൾ ONV സാറ്, വർഷം 1988, പാടിയത് KS ചിത്രമ്മ. വെരി ഗുഡ്. അപ്പോ എപ്പോഴത്തെയും പോലെ ഈ പാട്ടും വളരെ മനോഹരമാക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. റെഡിയല്ലേ? All the best. Thank you. All the best. Thank you.
സബാഷ് സബാഷ് വെരി ഗുഡ്. എന്റെ ശിവകാമി കുഞ്ഞെ, എന്താ ഇത് എന്താണ്? പാട്ട് പാട്ട്. ഒരു സബാഷ്, രണ്ടാമത്തെ സബാഷ്, പിന്നെ സബ് സബ് സബാഷ്, പിന്നെ സബ് 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 സബാഷ്, പിന്നെ സബ് 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 സബാഷ്. അത്രയും സബാഷ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ മധു, എന്തൊരു ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി. ശരിക്കും അതെ 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 അതെ. പാടുമ്പോ നല്ല തഴക്കം പഴക്കം വന്ന അതെ. ഒരു സിംഗർ പാടുന്ന പോലെയാണ് അത്രയും പാടുന്നത്. ശ്രുതി ശുദ്ധമായി. മാത്രമല്ല മുഖത്ത് യാതൊരു സ്ട്രെയിനും ഒന്നുമില്ല. കാണിക്കുന്നില്ല. ഓ, ഒരുപാട് ഇടങ്ങളില് അങ്കിളുടെ കണ്ണ് നനഞ്ഞു പോയി സത്യത്തില്. ആ രീതിയിലാണ് പാടിയിരിക്കുന്നത്. താങ്ക് യു. ആ. ഇത് ചിത്ര ചേച്ചി കേൾക്കേണ്ടതാണ്. ശരിക്കും കേൾക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ചേച്ചി കേൾക്കുമായിരിക്കും. എന്തായാലും പറയാൻ ഞാൻ ആ. ചേച്ചിയോട്. തീർച്ചയായിട്ടും മധു അതെ, ചേച്ചിയുടെ അടുത്ത് പറയാം. അപ്പൊ ചേച്ചി കേട്ടാൽ ഇത് ഗംഭീരമാണ്. കാരണം നമ്മുടെ കുഞ്ഞിന്റെ പാട്ട് ചേച്ചി കേൾക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുക. അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും നമ്മുടെ ശിവകാമി കുഞ്ഞിന്. കേട്ടോ? മാമുനിയെ മാൻകിടാവായി മാറ്റും മന്ത്രം. ആ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിസരി മനിസ നിസരി മരിസരി റിമ പനി പമ റിമ പനി പമ പ മ പനി സനി പമ പനി സനി രി സനി സാ. അത് കഴിഞ്ഞിട്ട് സ്വരം പാടിയില്ലേ? അതെങ്ങനെയാണ് പാടിയത്? ആ, നിസരി മരിസ നിസരി മരിസരി റിമ പനി പമ പ മ പനി സനി പമ പനി സനി രി സനി സാ. നന്നായിരുന്നു. അതെ. അത് വളരെ നന്നായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് പാടിപ്പിച്ചത്. ഇപ്പൊ വിചാരിച്ചാണ് അങ്കിൾ എന്തോ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഏയ്, തെറ്റൊന്നും കണ്ടുപിടിക്കാൻ ഇല്ലില്ല, പറ്റിയില്ല. ഒന്നും തെറ്റൊന്നുമില്ല. തെറ്റൊന്നുമില്ല കേട്ടോ. അത് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. അതുകൊണ്ടാണ് പാടിപ്പിച്ചത്. പിന്നെ ഇത് തന്നെ ആകാരമായിട്ട് പാടണല്ലേ രണ്ടാമത്തെ? ആ, ചരണത്തില് ആ ആ ആ. ഓക്കെ, ഇത് നന്നായിട്ടുണ്ട്. കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പാടാൻ പറ്റുമോ? അതെ. ആ. ആ ആ ആ മപനി. ആ. യെസ്, യെസ് യെസ് യെസ്. അത് കൃത്യമായിട്ട് ഇപ്പൊ കിട്ടി. ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും. ഒരു രാത്രി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് തോന്നും. പക്ഷെ ഈ പാട്ട് പാടാൻ ശ്രമിച്ചാലാണ് വിവരം അറിയും. അപ്പോഴേ അറിയുള്ളൂ അതിന്റെ വിവരം അറിയും. ഇത് നല്ല വിവരം എവിടെന്നോ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയോ ജന്മങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ ഈ പാട്ടായിട്ട് ശിവകാമി കുട്ടികളിലൂടെ വരുന്നത്. അതിനെപ്പറ്റി ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പാടാൻ പറ്റൂല അല്ലേ? പ്രോഡിജി ആണെന്നോ? പ്രോഡിജി. 100% അതാണ് ആ ക്വാളിറ്റി. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. അതാണ് ആ പ്രിസിഷൻ. യെസ്. അതാണ് സംഗീതം. അതാണ് ഈശ്വരന്റെ സാന്നിധ്യം. അത് ഗംഭീരമാണ് കേട്ടോ. എന്റെ മകളെ ഒത്തിരി ഇഷ്ടായി അങ്കിളുടെ കേട്ടോ. ശിവകാമി. ശിവകാമി കുട്ടി അടിപൊളി. ഉഗ്രനായിട്ട് പാടി. Thank you, sir. ഉഗ്രനായിട്ട് പാടി കേട്ടോ. ശ്രുതി ശുദ്ധം. മറ്റേ സംഗതികളാണെങ്കിലും ശരി, എല്ലാം എല്ലാം ഒന്നും പറയാനില്ല. ദൈവം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഭൂരിഭാഗം എനിക്കിഷ്ടമായി. എപ്പോഴത്തെയും പോലെ ഇന്നും വളരെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ശിവകാമിക്കുട്ടി പാടി. ആ ഹമ്മിങ്, ചരണത്തിലുള്ള ഹമ്മിങ് മാത്രം ഇപ്പോൾ പാടിപ്പിച്ചില്ല. അത് മാത്രമാണ് എനിക്ക് അത് കുറച്ചും കൂടി ഒന്ന് അതിനൊരു ക്ലാരിറ്റി വേണമെന്ന് തോന്നി. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പാടിപ്പിച്ചപ്പോൾ അത് കറക്റ്റായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു നിസ്സാര പാട്ടുകാരിയല്ല, ഒരു പക്ക പ്രൊഫഷണൽ ഗായികയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോഴേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ശിവകാമി കുട്ടി ഒരു അത്ഭുതമാണ്. അത് ഓരോ പ്രാവശ്യം പാടുമ്പോഴും വീണ്ടും 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 ശിവകാമി കുട്ടി അത് തെളിയിക്കുകയാണ്. ഒരു ശ്രുതി പോയിട്ടില്ല, ഒരു താളം ഒരു കുഴപ്പം വന്നിട്ടില്ല. ഓരോ നോട്ടും ക്ലീൻ ആണ്. എസ്പെഷ്യലി ആ ഒരു പാട്ട് തുടങ്ങുന്ന സ്ഥലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. അത് വളരെ ക്ലീൻ ആയിട്ടാണ് സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത്. ഇന്ദു പുഷ്പം ഒന്നുകൂടെ പാടിത്തരും എനിക്ക്.
ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി ആഹാ. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. ആഹാ. ആഹാ. ഇത് കേൾക്കുന്നവര് ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ ശിവകാമി കുട്ടിയുടെ ശബ്ദവും ജസ്റ്റ് ആ ശ്രുതിയായിട്ട് കേട്ട് നോക്കിയാൽ Correct. അതെ കറക്റ്റ് മനസ്സിലാവും എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ശ്രുതി. ശിവകാമി കുട്ടി പാടുന്നത്. അതെ അതെ അതെ. ശ്രുതി ശുദ്ധമായിട്ട്. ഏതൊരു തപസ്സിക്കും പ്രാണങ്ങളിലാകെ കുളിരേകുന്നോരഗ്നിയായി നീ പടരൂ. ഇങ്ങനെ പാടുന്ന വേറൊരാളെ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടേ ഇല്ല. അത്ഭുതമാണ് ശിവകാമി കുട്ടി, അത്ഭുതമാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ്. Thank you. ഇതിന്റെ അപ്പുറം ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. കേട്ടോ, എന്റെ മുത്താണ്. Thank you. അപ്പൊ വേറൊന്നും പറയാനില്ല. പോരട്ടെ ഒരു മധുരമാഴ. It is 100 on 100. അനിയനും കൊടുക്കണേ, അവൻ നോക്കിയിരിക്കുന്നു. നിനക്ക് വരണോ? ഓടിക്കോ. വേറൊരു കാര്യവും കൂടി ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ശിവകാമി കുട്ടിയാണ്. ശിവകാമി, ശിവകാമി. അതെ. അപ്പൊ മധുക്കളെ വെൽക്കം. Yes. ശിവകാമി കുട്ടിക്ക് വില്ലിയുമായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ടാറ്റാ. ടാറ്റാ. ആ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഒരുപാട് എൻജോയ് ചെയ്ത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.